സർ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ് ഡൽഹി മോഡൽ കോച്ചിങ്, ഡൽഹി മോഡൽ കോച്ചിങ് എന്നൊക്കെ. ശരിക്കും ഈ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവാൻ ഡൽഹി മോഡൽ കോച്ചിങ്ങിന്റെ ആവശ്യകത ഉണ്ടോ? ഡൽഹി മോഡൽ കോച്ചിങ് എന്നത് കേരളത്തിലെ ഒരു കീ മാർക്കറ്റിംഗ് വേർഡാണ്. എന്താണ് ഡൽഹി മോഡൽ കോച്ചിങ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലനത്തിന് പോകുന്ന ഒരാൾക്ക് സവിശേഷമായ 2 കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ക്വാളിഫൈഡ് ആയ അധ്യാപകർ. 2, നിലവാരമുള്ള കണ്ടന്റ്. ക്വാളിഫൈഡ് അധ്യാപകർ എന്ന് പറയുമ്പോൾ അവർക്ക് പരീക്ഷ പാസ്സായ അനുഭവം വേണം. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും പ്രിലിംസ് പാസ്സാവണം. അല്ലെങ്കിൽ മികച്ച അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ പരീക്ഷയെ പറ്റി ധാരണ വേണം. ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായി പിന്തുടരുന്ന ഒരു പോളിസി, പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ യോഗ്യതയുണ്ടോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അവർ ക്ലാസ് എടുക്കൂ എന്നുള്ളതാണ്. സിവിൽ സർവീസിനെ പറ്റി എവിടെ പഠിക്കണം എന്നതിനെ പറ്റി ചിന്തിക്കുന്ന ആളുകൾ ഒരു ഫോൺ കോളിലെങ്കിലും എൻ്റേതുൾപ്പെടെയുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ആരാണ് സാർ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നതായിരിക്കണം. ആരാണ് ഒരു സ്ഥാപനത്തിൻ്റെ അക്കാഡമിക് കാലം നടത്തുന്ന പദവിയിലുള്ളത്? ഈ മേഖലയും അവരുടെ പരിചയം എന്താണ്? ഇതൊക്കെ നിർബന്ധമായും ചോദിക്കേണ്ടതാണ്. രണ്ടാമത്, ഡൽഹിയുടെ സവിശേഷത, അത് ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഡൽഹിയിലെ ഒരു സ്റ്റഡി മെറ്റീരിയൽ തൊടാതെ കേരളത്തിൽ നിന്ന് ഒരാളും തങ്ങളുടെ പരിശീലനം പൂർത്തീകരിക്കുന്നില്ല. അത്രമേൽ ആധികാരികമാണ് ഡൽഹിയിൽ നിന്നുള്ള കണ്ടന്റ്. ആദ്യം പഠിക്കാൻ വരുന്ന ഒരാൾക്ക് ക്വാളിറ്റി കണ്ടന്റ് എന്താണെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അക്കാഡമിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക. അതിലെ ഇൻഫോഗ്രാഫിക്സ് അതുപോലെ പകർത്തിയാൽ നല്ല ഗംഭീര കണ്ടന്റ് എന്ന നിലയിൽ കുട്ടികളുടെ മുൻപിൽ കേരളത്തിൽ അവതരിപ്പിക്കാം. പക്ഷെ അപ്പോഴും അത് ആ അക്കാഡമിയുടെ കണ്ടന്റ് മാത്രമാണ്. സത്യത്തിൽ ഈ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സിവിൽ സർവീസ് അക്കാദമിക്കാണ് നിങ്ങളെ കുറച്ചുകൂടി സഹായിക്കാൻ കഴിയുക.